ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് കോഴി വളർത്തൽ തുടക്കക്കാർക്കൊക്കെ ഏത് തരം കോഴിയാണ് വാങ്ങി വളർത്താൻ നല്ലത് എന്നാണ് കേട്ടോ ഞാൻ പറയാൻ വന്നത്. അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനി ഒന്നും കൂടി ഞാൻ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കാൻ തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടാട്ടോ. കാരണം എന്താണെന്നറിയോ, ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങുമ്പോൾ അവരൊരു ദിവസമായ കുഞ്ഞുങ്ങളെ ആണ് നമുക്ക് തരിക. അപ്പോൾ നമ്മളെടുത്ത് വന്ന് ബ്രൂഡിങ് ഒന്നും സെറ്റായില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ഒക്കെ വരുമ്പോൾ അവർ വേഗം തൂക്കം വന്ന് ചത്ത് പോകട്ടോ. പിന്നെ അതിലൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഡേ ഓൾഡ് കുഞ്ഞുങ്ങളിൽ എത്ര പൂവുണ്ട് എത്ര പെടണ്ടെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പൂവന്മാരും പെടകളെയൊന്നും ഡേ ഓൾഡിൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 കോഴിക്കുഞ്ഞ് വാങ്ങിയാൽ ഒരു 6 പൂവനാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് പൂവനും പെടയും ഒന്നാമത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിയാൽ തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ചിലർക്കുണ്ടാവും, നമ്മളെ വീട്ടിൽ അടയിരിക്കണ കോഴിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അങ്ങനെയൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങുമ്പോൾ അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൽ എത്ര പൂവുണ്ട് എത്ര പെട ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് കൂടുതൽ പെട കിട്ടിയാലല്ലേ നമുക്ക് ലാഭമുള്ളൂ, അല്ല പൂവനെ കൂടുതൽ കിട്ടിയാൽ നമുക്ക് ലാഭമില്ലല്ലോ. അങ്ങനെ ഒരു 2 പ്രശ്നങ്ങളാണ് കേട്ടോ. ഒന്ന് ബ്രൂഡിങ്ങിൻ്റെ പ്രശ്നം, ഒന്ന് പൂവനും പെടയും തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രശ്നം ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ വാങ്ങിയാലുണ്ട്. പിന്നെ ഒരു മാസം കഴിഞ്ഞ് വാങ്ങിയാൽ ഒരു 80% പൂവനും പെടയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു മാസമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മളെ സ്റ്റാർട്ടർ തന്നെ കൊടുത്ത് വളർത്തിയാൽ മതി. അതങ്ങനെ കുറച്ചൊക്കെ ഒരു കോഴി വളർത്തി പരിചയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസമുള്ളതിനൊക്കെ ഒന്ന് വാങ്ങിയാൽ മതി. അല്ല, നിങ്ങൾ ആദ്യമായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, 2 മാസം കഴിഞ്ഞ് 3 മാസമായ കോഴികളെ വാങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് പെടനെ തിരിച്ചറിയാൻ പറ്റും, പൂവനെയും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 5 കോഴിയാണ് വാങ്ങുന്നത് വെച്ചാൽ 4 പെടയും ഒരു പൂവനെന്നും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിയാൽ അവരുടെ സ്റ്റാർട്ടറിൻ്റെ പ്രായം കഴിഞ്ഞു. പിന്നെ ഗ്രോവറും പിന്നെ നമ്മളുടെ ഫുഡ് വേസ്റ്റൊക്കെ കൊടുത്തിട്ട് നമ്മളുടെ വീട്ടിലേക്ക് ഇണക്കി കൊണ്ടുവന്ന് വന്ന് നമ്മളെ വീട്ടിലിരുന്ന് കന്നി മുട്ടിട്ട് ആ കോഴിയുടെ പ്രായവും ആ കോഴി എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകൾ ഞാനെപ്പോഴും അവർക്ക് പറയുക, നിങ്ങൾ 3 മാസമായ കുഞ്ഞുങ്ങളെ വാങ്ങിയാൽ മതി എന്നാട്ടോ പറയുക. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഇതിലൊക്കെ കണ്ടോ, ഈ നിൽക്കണതൊക്കെ 3 മാസം ആവണതാണ്. അതൊക്കെ ഓർഡറുള്ള കുഞ്ഞുങ്ങളാട്ടോ. പിന്നെ ചിലർ പറയും കോഴി മുട്ടയിടുന്ന കോഴി തന്നെ വേണമെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ മുട്ടയിടുന്ന കോഴിനെ കൊടുക്കലാണ്. അധികം ഞാൻ മുട്ടയിടുന്ന കോഴി കൊടുക്കുന്ന സമയത്ത് അടയിരിക്കുന്ന കോഴികളുണ്ടല്ലോ, അടയിരുന്നുകൊണ്ടിരിക്കുന്ന കോഴികളെ ഞാൻ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ചിലർക്ക് കോഴിനെ കൊണ്ടുപോയിട്ട് അടയിരിക്കണില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും വരരുതെന്ന് വിചാരിച്ചിട്ട് അടയിരുന്നുകൊണ്ടിരിക്കുന്ന കോഴികളെയാണ് കേട്ടോ ഞാനപ്പോൾ കൊടുക്കുക. പിന്നെ അത് പേരൻറ് സ്റ്റോക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് ടൈം എടുക്കും. എന്നാലും ചിലപ്പോൾ അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് കോഴിനെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയുമ്പോൾ അങ്ങനെ കൊടുക്കലാണ്. ഇപ്പോൾ പിന്നെ കുറേ അവിടെ ഇരിക്കണ കോഴികളൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം ഇനി രണ്ടാമത് നമ്മളുടെ പേരൻറ് സ്റ്റോക്ക്, അവിടെ ഇരിക്കണ കോഴി കഴിഞ്ഞു എന്നല്ല, നമ്മളുടെ പേരൻറ് സ്റ്റോക്കായിരുന്ന കോഴികളൊക്കെ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പേരൻറ് സ്റ്റോക്കിലേക്ക് ഇങ്ങനെ കോഴികളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഞാൻ കേട്ടോ. ചിലർക്കുണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് നമ്മളെ പിന്നാലെ നിൽക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വേണ്ടില്ല വെച്ച് പേരൻറ് സ്റ്റോക്കിനെ കൊടുക്കലാണ്. പക്ഷേ പേരൻറ് സ്റ്റോക്ക് കൊടുത്താലും അതിൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. അവരെ വീണ്ടും നമ്മൾ പേരൻറ് സ്റ്റോക്ക് കയറ്റലാണ്. പിന്നെ അങ്ങനെയാണ് കേട്ടോ കുട്ടികളെ വാങ്ങുന്നവർ. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ 3 മാസം കഴിഞ്ഞ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ്. കാരണം നിങ്ങളെ ഗ്രോവർ ഒരു ലേശം ഒരു നേരം കൊടുത്താലും ബാക്കി നമ്മളെ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റിലൊക്കെ കൊടുത്ത് നമ്മളെ രീതിക്ക് അവരെ ഇണക്കി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകുമ്പോൾ കുറേശ്ശെ തീറ്റ കൊടുത്ത് ലെവലാക്കിയിട്ട് നമ്മളെ തീറ്റയിലേക്ക് വരുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. പിന്നെ അവർ മുട്ടയിടുന്ന പ്രായമൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേനും അവരുടേതായ കൂടും പരിസരവും ഒക്കെ സെറ്റായി അതുമായിട്ട് പൊരുത്തപ്പെടും. പെട്ടെന്ന് നമ്മൾ മുട്ടയിടുന്ന കോഴിനെ കൊണ്ടുപോയി എന്ന് വിചാരിച്ചാൽ അവർക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച മുട്ടയിട്ടൊന്നും വരില്ല കേട്ടോ. കാരണം അവർക്ക് ആ അന്തരീക്ഷവും ആ കൂടും അതും ഒക്കെ കൂടി ഫുഡും അതെല്ലാം ഒരു മാറുമ്പോൾ അവരൊന്ന് ഡൗൺ ആവും. പിന്നെ അവരൊന്ന് സെറ്റായി വന്നിട്ടേ പിന്നെ മുട്ടയിടലുള്ളൂ. ചിലർ പറയുമല്ലോ, ഞാൻ മുട്ടയിടുന്ന കോഴിനെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിക്കൊടുന്നാണ് എന്നിട്ട് ഇവിടെ വന്നിട്ട് മുട്ടയിടണില്ല എന്ന്. അതൊന്നും ഒരു തെറ്റല്ല കേട്ടോ. അതൊക്കെ അവരുടെ ഒരു പറിച്ച് നടൽ, ഈ കൂട് മാറിയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അവർ ആ കൊണ്ടുപോയിരുന്ന സമയത്ത് മുട്ടയിടാതിരിക്കുന്നത്. അവരൊന്ന് ലെവലായി കഴിഞ്ഞാൽ മുട്ടയിടും കേട്ടോ. പിന്നെ ഒരു സംശയമുള്ളതാണ്, എല്ലാവരും ചോദിക്കും ഇതിൽ ക്രോസ് വീഴുമോ എന്നുള്ളത്. ഇപ്പോൾ ഞാനിങ്ങനെ നാടൻ കോഴിയും വളർത്തുന്നുണ്ട്. ഇതിൽ കൂടെ നമ്മളുടെ ഗ്രാമപ്രിയ കോഴികളാണല്ലോ അത്, ആ കോഴികളെ ഞാൻ വളർത്തുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് ക്രോസ് വീഴുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്രോസ് വീഴില്ല എന്ന് പറയലുണ്ടല്ലോ. അപ്പോൾ അതിനെല്ലാവരും പറയും ക്രോസ് വീഴുന്നു. ഞാൻ ക്രോസ് വീഴില്ല എന്ന് പറയണത് എന്താണെന്നറിയോ, ഞാൻ ഈ ഗ്രാമശ്രീ കോഴികളുടെ മുട്ട വിരിയിപ്പിക്കാറില്ല. അത് മുട്ടയുടെ ആവശ്യത്തിന് മാത്രമാണ് എടുക്കൽ.
നാടൻ കോഴികളുടെ മുട്ട മാത്രമേ വിരിയിപ്പിക്കാറുള്ളൂ. പിന്നെ ഏത് കണ്ണ് പൊട്ടന്മാരൊന്നുമല്ലല്ലോ, ഗ്രാമശ്രീ കോഴിയുടെ മുട്ട നല്ല വലിപ്പമുണ്ടാവും. നമുക്ക് അത് പിന്നെ മുട്ട കണ്ടാൽ തന്നെ അറിയാം നമ്മളുടെ നാടൻ കോഴികളുടെ മുട്ട ഏതാണ്, ഗ്രാമശ്രീ കോഴിയുടെ മുട്ടയാണെന്നൊക്കെ വേറെ കണ്ടാലറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാനത് വിരിപ്പിക്കാറില്ല. പിന്നെ നാടൻ കോഴിയുടെ മുട്ട വിരിപ്പിച്ചാൽ അത് നാടൻ കോഴി തന്നെ വരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രാമശ്രീ പൂവന്മാർ മാറ്റ് ചെയ്യാനതിലില്ലല്ലോ. പിന്നെ നാടൻ പൂവന്മാർ മാറ്റ് ചെയ്യണതും ഗ്രാമശ്രീ കോഴികളാണ്. ഗ്രാമശ്രീയിൽ ക്രോസ് വരുമോ എന്ന് ചോദിച്ചാൽ ഓക്കെ ശരി, ഗ്രാമശ്രീ കോഴികളിൽ പ്യുവർ ഗ്രാമശ്രീ കോഴി ആവില്ല. അപ്പം ഞാൻ മുട്ട വെച്ച് വിരിച്ചാൽ വെക്കിട്ട് നാടൻ ക്രോസ് ആവും. ഇതെന്ന് പറഞ്ഞാൽ നാടൻ കോഴിയിൽ ഗ്രാമശ്രീ കോഴി പൂവന്മാർ ഇതിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്രോസ് വീഴില്ല എന്ന് പറയുന്നത് കേട്ടോ. അത് പോട്ടെ. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ വളർത്തുന്നത് നമ്മളുടെ വരുമാനത്തിനാണ്. അതിലിപ്പോൾ നമുക്ക് നാടൻ കോഴി മാത്രം മുട്ടയ്ക്ക് ഇപ്പോൾ സെയിൽ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് നാടൻ കോഴി മാത്രം ഉണ്ടായാൽ മുട്ട തികയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എന്നും കിട്ടുന്ന കൈരളി കോഴിയോ അല്ലെങ്കിൽ ഗ്രാമശ്രീ കോഴിയോ ഗിരിരാജ കോഴിയോ ഒക്കെ വളർത്തും കൂടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയ്ക്ക് സെയിലുള്ളവർക്ക് ഇങ്ങനെ കോഴിമുട്ട കൊടുക്കാനും കിട്ടും. നമ്മളുടെ നാടൻ കോഴികളെ വിരിപ്പിച്ചിട്ട് നാടൻ കോഴികളുടെ മുട്ട വിരിപ്പിച്ചിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് നാടൻ കോഴികളെ കൊടുക്കാനും പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഇടണമെന്നൊന്നും ഞാൻ അറിയില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. കാരണം നമുക്കതിനുള്ള സ്ഥലമൊന്നുമില്ല. ആകെ 7 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിൽ നമ്മൾ വീടും വല്ലതും കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മൾ കോഴികളെ വളർത്തുന്നത്. അല്ലാതെ നമ്മൾ പിന്നെ എല്ലാതും ക്രോസ് ആക്കിയിട്ട് ആളുകൾക്ക് കൊടുക്കുകയാണെന്നോ അല്ലെങ്കിൽ ക്രോസാണ് നമ്മൾ ആളുകളെ പറ്റിക്കുകയാണെന്നോ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കോഴീനെ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വാങ്ങണ്ട. ഇപ്പോൾ എല്ലായിടത്തും കോഴീനെ കൊണ്ടുപോയവരൊക്കെ വിട്ട് മുട്ടിട്ട് വിരിച്ച് അവിടെ വെച്ചിട്ടുള്ളവരൊക്കെ എനിക്ക് വോയിസ് വിടലുണ്ട് കേട്ടോ. ചാലക്കുടിയിൽ നിന്നൊരു മേരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇന്നലെ വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നു. കോഴികളൊക്കെ മുട്ടിട്ട് തുടങ്ങി, ഒക്കെ സെറ്റായി, നല്ല നാടൻ പെടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ മായം ചേർക്കുന്നില്ല, നമ്മൾ പ്യുവറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മളും പടച്ചവനുമായിട്ടുള്ളൊരു ഇതാണല്ലോ അവിടെ വരുന്നത്. നമ്മളാരും പറ്റിക്കണില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പം നിങ്ങളാരും വാങ്ങിയില്ലെങ്കിലും നിങ്ങൾക്കും ഇങ്ങനെ വളർത്താം കേട്ടോ. നാടൻ കോഴികളുടെ ഇടയിൽ ഗ്രാമശ്രീയോ ഗ്രാമപ്രിയ പെട മാത്രം വളർത്തുന്നതിനൊരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ ഒന്നും പൂവന്മാർ വാങ്ങരുത് എന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ കൈരളി കോഴികളുണ്ട്. അത് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പെട മാത്രം വേണ്ടി വളർത്താം കേട്ടോ. അല്ലാതെ പിന്നെ അതിലും പൂവനെ കൊണ്ടുവരാഞ്ഞാൽ മതി. അപ്പോൾ നാടൻ പെടക്കോഴിയും പൂവൻ കോഴി അതിൻ്റെ ഇടയിൽ ഗ്രാമശ്രീയോ ഗ്രാമപ്രിയ അല്ലെങ്കിൽ കൈരളിയോ ഒക്കെ പെടക്കോഴികളെ വളർത്തുന്നതുകൊണ്ടൊന്നും നമുക്ക് ക്രോസ് വീഴൊന്നുമില്ല. ക്രോസ് വീഴും. ആർക്ക് ക്രോസ് വീഴുമെന്ന് ചോദിച്ചാൽ കൈരളി വളർത്തുകയാണെങ്കിൽ കൈരളി കോഴിയിൽ ക്രോസ് വീഴും, ഗ്രാമശ്രീ കോഴിയിലൊക്കെ ക്രോസ് വീഴുന്നുള്ളൂ കേട്ടോ. അത് പോട്ടെ, അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമ്മളാരും ഇത് ഹോബിക്ക് വളർത്തുന്നതല്ല, നമ്മൾ വളർത്തുന്നത് നമുക്ക് വരുമാനത്തിനാണ്. അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് വെച്ചാൽ ആ രീതിയൊക്കെ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. കോഴിമുട്ട കൂടുതൽ സെയിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാടൻ കോഴി വളർത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നിങ്ങൾ കൈരളിയോ ഗ്രാമശ്രീയൊക്കെ പെടകളെ വാങ്ങിയിട്ട് കൂട്ടത്തിൽ കൂടെ വളർത്തുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ വാങ്ങുന്ന കോഴികളെ നിങ്ങൾ 3 മാസമോ 4 മാസം 5 മാസമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വളർത്താൻ വേണ്ടി നോക്കുക. ഇനി മുട്ടയിടുന്ന കോഴി വാങ്ങിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ. അതിന് കൂടുതൽ കാലം മുട്ടയിടുന്ന കോഴികളെ നിങ്ങൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളെ വാങ്ങാതിരിക്കട്ടെ. എന്താണെന്ന് പറയുക, അങ്ങനെ പറയാൻ കാരണം അവരവിടെ എത്ര കാലം മുട്ടയിട്ടിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നിങ്ങൾ അധികം 3 മാസം കൂടുതൽ കാലം മുട്ടയിടണമെന്ന് പറഞ്ഞാൽ അവരവിടെ കൂടുതൽ കാലം മുട്ടയിട്ടിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ലല്ലോ. അങ്ങനത്തെ കോഴികളെ നിങ്ങൾ വാങ്ങാതിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ 3 4 മാസമുള്ള കോഴികളെ വാങ്ങിയിട്ട് വളർത്തിയിട്ട് അത് നിങ്ങളെ വീട്ടിലേക്ക് യോജിപ്പിച്ച് കൊടുന്ന് അതിൽ നിന്ന് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കോഴികൾ ഉണ്ടാവുകയും ചെയ്യും, ഒരുപാട് കാലം നമുക്ക് മുട്ട കിട്ടുകയും ചെയ്യും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. ഇന്ന് നോമ്പൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ എന്ത് വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ ആയിട്ട് വരെ. താങ്ക് യു.